ക്രിസ്മസിന്റെ ആവേശം ഒരിക്കൽ കൂടി അലതല്ലിക്കൊണ്ട് ക്രിസ്മസ് ഡാൻസിംഗ് പാപ്പാസ് നിങ്ങളിലേക്ക് തുടരുന്നുണ്ട്. ഈ ആഘോഷത്തിനൊപ്പം തന്നെ ആഘോഷ കാഴ്ചകളിലേക്ക് എത്ര സമയം വരെ തുടരും? കാരണം ഇന്ന് ഈ ആഘോഷത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ കാണുന്നതിന് വരുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുമക്കൾ കൂടിയുണ്ട്. അതായത് റൗണ്ടിലൂടെ എല്ലാ ക്രിസ്മസ് പാപ്പന്മാരും ചുറ്റി വരുന്നവരെ തുടരും. അതിനിങ്ങനെ പ്രത്യേക സമയമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്തായാലും രാത്രി 9 മണി അല്ലെങ്കിൽ 8:30 വരെയൊക്കെ ഈ ഒരു പൊണ്ണത്താലെ തുടരും എന്നുള്ളതാണ്. അതുവരേക്കും ഇങ്ങനെ തുടർച്ചയായി ക്രിസ്മസ് പാപ്പന്മാർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിപ്പോൾ മൂന്നാമത്തെ ഇടവക മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഏകദേശം 116ഓളം ഇടവകക്കാരാണ് ഇങ്ങോട്ടേക്ക് ഇത്രത്തോളം ക്രിസ്മസ് പാപ്പന്മാരുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അത് കാണാനായി ഇവിടെ കാത്തു നിൽക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ വൈകി തന്നെ ആയിരിക്കും ഇത്തവണത്തെ പൊണ്ണത്താല അവസാനിക്കുക. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ക്രിസ്മസ് പാപ്പന്മാരാണ് ഇത്തവണ ഈ പൊണ്ണത്താലേക്ക് പങ്കെടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കൂടാതെ പ്ലോട്ടുകൾ നേരത്തെ നമ്മൾ കണ്ടു. അതായത് ഈ ക്രിസ്മസ് പാപ്പന്മാരുടെ സംഘത്തിന് മുൻപായി പോയതെന്ന് പറയുന്നത് ഡ്രോണിൽ കയറിയ ക്രിസ്മസ് പാപ്പ. അങ്ങനെയാണ് അതൊരു പ്രത്യേകം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഡ്രോണിനകത്ത് ക്രിസ്മസ് പാപ്പ കയറി പോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റായാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് പാപ്പന്മാരെയും ആ പ്ലോട്ടുകളും ഒക്കെ തന്നെ ഇത്തവണ ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഈ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോന്ന തരത്തിലുള്ള അതുപോലെ തന്നെ ഈ മതസൗഹാർദ്ദവും മറ്റ് പൈതൃകങ്ങളും എല്ലാം തന്നെ കാണിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പൊണ്ണത്താലെ ഇവിടെ ചടങ്ങുകൾ അതിഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത് കാണാനായും എത്തുന്നുണ്ട്. അതായത് ആൾക്കാർക്കൊക്കെ തന്നെ തൃശ്ശൂരിൽ എന്ത് പരിപാടി നടത്തിയാലും അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൽപ്പെട്ടവരൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ആളുകൾ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊണ്ണത്താല? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, അടിപൊളി. എത്ര നേരമായി? കുറെ നേരമായി. കാണാൻ പറ്റില്ലോ. അതാണ് അതിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ എത്ര നേരം വേണമെങ്കിൽ കാത്തു നിൽക്കാം. പക്ഷെ ഈ ഒരു കാഴ്ച എങ്ങനെയല്ലേ വേറെ എവിടെ കിട്ടാനാ? അതാണ്. എവിടെന്നാ വരുന്നേ? തലൂര്. അപ്പോൾ തലൂരിൽ നിന്നുള്ളൊരു സംഘത്തിനെയാണ് കണ്ടത്. അപ്പുറത്ത് കുട്ടികളും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ തന്നെയാണ് ഒരു ആവേശം അങ്ങനെ അലതല്ലി നിൽക്കുകയാണ്. തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും മനസ്സിലും അതുപോലെ തന്നെ സ്വരാജ് റൗണ്ടിലും അതുപോലെ തന്നെയാണ്. ഈ ഒരു ഡാൻസിങ് പാപ്പന്മാരുണ്ട്, സ്കേറ്റിംഗ് പാപ്പന്മാരുണ്ട്, അതുപോലെ തന്നെ വീൽ ചെയറിൽ ഒരുപാട് പാപ്പന്മാരും എത്തിയിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വിഭാഗക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും തന്നെ സ്വരാജ് റൗണ്ടിലൂടെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും സംഘാടകരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ിൽ പാപ്പമാർ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ച ഒരുക്കിക്കൊണ്ട് പൊണ്ണത്താലെ അവിടെ പുരോഗമിക്കണം. 15,000-ലധികം 110-ലധികം ഇടവകളിൽ നിന്നുള്ള പാപ്പമാരുടെ സംഘമാണ്. അതിൽ 3 സംഘങ്ങളെ എത്തിയുള്ളൂ എന്നാണ് ലിഷ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ. ഓരോ സംഘവും എത്തി കടന്നു പോകണം. ഏകദേശം ഒരു 8-9 മണി വരെയെങ്കിലും ഈ പൊണ്ണത്താലെ കാഴ്ച തുടരുമെന്നാണ് കരുതുന്നത്. ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. കാഴ്ചകൾ കാണാൻ മനോഹരമായ നൃത്തച്ചുവടുകളും പാട്ടും ഒക്കെ ആയിട്ടാണ്, ഒപ്പം അലങ്കാരങ്ങളും ഒക്കെ ആയിട്ടാണ് പാപ്പമാർ സ്വരാജ് റൗണ്ടിനെ കീഴടക്കുന്നത്. അങ്ങനെ അവർ നൃത്തച്ചുവടുകളുമായി മുന്നോട്ട് പോകുന്നു. ഈ കാഴ്ച കാണാൻ ഇരുഭാഗങ്ങളിലും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ടാണ് പൊണ്ണത്താലെ മുന്നോട്ട് പോകുന്നത്. ഇത്തവണ അത് 15,000-ലധികം പാപ്പമാർ ഇതിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി മാറുന്നത്.